ഹായ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ദൈവസേന വീണ്ടും പ്രാർത്ഥിക്കാം. നിങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവസേനയിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്ദേശത്തിന് പോകുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. നല്ല കർത്താവേ സ്തുതിക്കുന്നു. ആമേൻ. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഭയങ്കര കൃപ നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും ഈ ദിവസത്തെ, ഈ ആഴ്ചയിൽ, ഈ മാസങ്ങളിൽ കർത്താവിൻ്റെ കരം അധികമായി നമ്മൾ കൂടെ ഇരിക്കുവാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾക്കെല്ലാം മഹത്വം തരികയാണ്. ഈ ദിവസം ഞങ്ങൾ ഭവനങ്ങളിൽ അവിടങ്ങളിലായിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നപ്പാ എൻ്റെ കർത്താവിൻ്റെ ദൈവമായുള്ളവേ, സ്തോത്രം. ഞങ്ങൾക്ക് ആലയത്തിൽ കൂടി വരാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾ ഭവനങ്ങളെ ഞങ്ങൾ ആരാധനാലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ എല്ലാ ഭവനങ്ങളിലും വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം പറഞ്ഞ് ഈ സഭ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. കർത്താവേ, എല്ലാ നിന്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ നിന്റെ മക്കളെയും ഈ ലൈവിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നേരെ തിരുനാമത്തെ ഉയർത്തുവാൻ സഹായിക്കണം. ഇന്നത്തെ സന്ദേശം എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതങ്ങ് ചെയ്താട്ട് മഹത്വം പങ്കെടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. വചനത്തിൻ്റെ വാതിൽ തുറന്നിടണം. കേൾക്കുന്നവരുടെ ഹൃദയം കർത്താവ് തുറക്കണം. വചനം അതുപോലെ വീഴട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം പങ്കെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു സങ്കീർത്തനം വായിക്കാം. ബൈബിളിലുള്ളവരെല്ലാവരും നിങ്ങളുടെ ബൈബിൾ കരങ്ങളിൽ എടുത്തിട്ട് നമുക്ക് 118 സങ്കീർത്തനം നമുക്ക് വായിക്കാം. നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും 118 സങ്കീർത്തനം എല്ലാവരും എടുത്താട്ടെ. കരങ്ങളിൽ 118 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവരെന്നെ വളഞ്ഞു, അതേ അവരെന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവരെന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നീ എനിക്ക് ഉത്തരമരളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് എല്ലാ ദൈവത്തിൻ്റെ സന്നിധിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോക്ക്ഡൗൺ ആയിരുന്നപ്പോഴും നമ്മൾ നടത്തിയ ദൈവത്തെ എല്ലാവരും ഒരു വാക്ക് നന്ദി പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. എല്ലാ കുടുംബങ്ങളും നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ ശബ്ദം ഉയരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പരിപാലിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിച്ചു. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ഉണ്ടായിരുന്നു.
ശത്രുവിന് കർത്താവ് വിട്ടുകൊടുത്തില്ല. നമ്മൾ വചനം വായിച്ചതുപോലെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വചനം ഏറ്റു പറയുക. യഹോവ എൻ്റെ പക്ഷത്ത്, എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ശബ്ദം ഉയർത്തി സ്തോത്രം യേശുവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ. അവിടുത്തെ എല്ലാ കരുണയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. കർത്താവേ, ഞങ്ങൾ അവിടെ ഇവിടങ്ങളെല്ലാം കർത്താവ് പരിപാലിച്ചു, അതിനെ നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ കർത്താവേ, സഭയാം കുടുംബത്വം എന്തുകൊണ്ട് നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവേ. വിദേശങ്ങളിൽ ഇരുന്ന് ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ ഞാൻ അനുഗ്രഹിക്കുന്ന അപ്പച്ച. ഈ ലോക്ക്ഡൗണിൽ ലോകം മുഴുവനും കർത്താവേ സ്തോത്രം വല്ലാത്ത അവസ്ഥയിലാകുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്നും ഞങ്ങൾ ദൈവത്തെ സ്തുതിപ്പാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം പറയുന്നു കർത്താവേ. അതുപോലെ കർത്താവേ, വിദേശങ്ങളുള്ള ഈ മക്കൾക്കായി സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവരെ കർത്താവ് സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരുടെ കർത്താവിൻ്റെ വേലയിലും നിൻ്റെ മക്കളായിരിക്കുമ്പോൾ ആവശ്യമുള്ള കൃപകളും നിൻ്റെ മക്കളിൽ കൊടുക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബത്തെ ഈ കേരളത്തിലായിരിക്കുന്ന എല്ലാവരോടും നിന്റെ കൃപ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഈവനിങ് ഇടുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ കേൾക്കും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കേൾക്കണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ വീടുകളിലും വൈകുന്നേരങ്ങളാവുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരണം. ദൈവത്തിൽ നിങ്ങൾ ബലപ്പെട്ടിരിക്കണം. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരവിടെ ജോലി മുഖാന്തരമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു കോട്ടയായിരിക്കട്ടെ. ദൈവം അവരെ സൂക്ഷിക്കും, കർത്താവരെ പരിപാലിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടരണം. ദൈവത്തിൻ്റെ സല്ലായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരു പ്രത്യേക ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ നമ്മൾ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളെല്ലാം കൊറോണ എന്ന വൈറസിൻ്റെ ഭീതി ലോകമെമ്പാടുമായിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് സഭയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ചെറിയ സന്ദേശം, ജഗതി സഭയ്ക്ക് വേണ്ടിയല്ല. ഒരുപക്ഷെ നമ്മൾ ഇതിന് ശേഷം ഇത് കാണുന്ന ധാരാളം ആൾക്കാരുണ്ടാകും. നമ്മുടെ സഭയിൽ നല്ലാതെ പുറത്ത് കേൾക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാകും. അവർക്കും ചേർത്തുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് കർത്താവ് തരുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് ഇതൊരു പുതുമയായിരിക്കാം, പക്ഷെ ദൈവസഭയായ നിങ്ങൾക്കും എനിക്കും ഇതൊരു പുതുമയല്ല. ഇത് ദൈവം തരുന്ന ഒരുക്കങ്ങളുടെ ദിവസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണാവൂ. ലോകം പരിഭ്രാന്തർ ആകുന്നത് പോലെ ഞാൻ പരിഭ്രാന്തരാകാതെ ഞാൻ ആത്മമണ്ഡലത്തിൽ ഒരുങ്ങുവാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഗവൺമെന്റ് പറയുന്നൊരു പദമുണ്ടല്ലോ, ഭയം വേണ്ട, ജാഗ്രത മതി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയം വേണ്ട, ആത്മമണ്ഡലത്തിൽ ഒരുങ്ങുക. എന്തിനോട് ഒരുങ്ങുക? നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ആ കർത്താവ് രാജ്യത്തിൽ പോകാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. അതെ, ഒരുക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സ്ഥലമായിരിക്കുമ്പോൾ 1-2 വചനങ്ങൾ നമുക്കിന്ന് വായിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ബൈബിളെല്ലാം ഓപ്പൺ ചെയ്താട്ടെ. ഈ ദിവസം പരിശുദ്ധ ആത്മാ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്ദേശത്തിലേക്ക് വരികയാണ്. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം. ബൈബിൾ എല്ലാവരും ബൈബിൾ ഓപ്പൺ ചെയ്ത് എല്ലാവരും ബൈബിൾ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടി. ബൈബിളിനകത്ത് ആരോട് ഉണ്ടാകരുത്, ബൈബിൾ തുറന്നാട്ടെ. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം തുറന്നാട്ടെ. 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 4:7 എല്ലാവരും എടുത്തോ. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. കർത്താവേ, ഈ വചനം എല്ലാ ഹൃദയങ്ങളിലും പതിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിന്റെ ആഴം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ദിവസങ്ങൾ നമ്മുടെ സഭയോട് കർത്താവ് ഷെയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു.
ഇന്നോ നാളെ അവസാനം വരുമെന്നല്ല, അവസാനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അതാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചില്ലേ, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും ഉള്ള അടയാളം, ലക്ഷണമെന്ന്. യേശു അടയാളം പറഞ്ഞു കൊടുത്തു, യേശു ലക്ഷണം പറഞ്ഞു കൊടുത്തു. യേശു പറഞ്ഞ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, അടയാളങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. അവിടെ ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം അഥവാ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു അവസാനത്തിൻ്റെ ഒരു ആരംഭമാണ്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ലോകം പരിഭ്രാന്തരാകും. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട നിങ്ങളും ഞാനും പരിഭ്രാന്തരാകരുത്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ, ഈ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുങ്ങിക്കോണം. എന്തിനാ? നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരാനായി ഒരുങ്ങുവാൻ വേണ്ടിയുള്ള ദൈവിക ഓരോ അടയാളങ്ങളാണ് ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ജാഗരൂകരായിരിക്കുക. ഓരോ വാർത്തകൾ നിങ്ങൾ പത്രങ്ങൾ കൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ അത് അവിടെ സംഭവിച്ചു ഇവിടെ സംഭവിച്ചു എന്നല്ല പറയേണ്ടത്. യഥാർത്ഥ ദൈവ പൈതൽ ഈ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ, ഇന്നത്തെ കണ്ടീഷൻ ആ വ്യക്തി ദൈവത്തിന്റെ വചനവുമായി അവർ നോക്കും. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഇന്ന് സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഞാനും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഒരു മേഖലയിലും നിങ്ങൾ പതറാതെ കൃപയിൽ നിങ്ങൾ നിൽക്കുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വേഗത്തിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബൈബിൾ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. അതിനർത്ഥം എന്താ? പ്രാർത്ഥനയ്ക്ക് സുബോധം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ മിക്കവാറും ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദൈവം പ്രസാദിക്കുന്ന നിലയിൽ നമ്മൾ എത്രത്തോളം ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം. ഇന്ന് ഏറ്റവും ദൈവമക്കളുടെ ഇടയിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന കുറയുന്ന സ്ഥലങ്ങളിൽ സകല പാപങ്ങളും അശുദ്ധികളും ഉയരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ദൈവത്തിന് ആത്മാവ് ഇന്ന് സഭയോട് പറയുക, നിങ്ങൾ ചെറിയവരാകാം വലിയവരാകാം, പ്രാർത്ഥനയ്ക്ക് സുബോധത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലമായിരിക്കുക. സുബോധമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു മണവാളൻ എപ്പോൾ വരും എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. കാരണം എപ്പോഴാണ് നമ്മുടെ കർത്താവ് വരുന്ന അറിയത്തില്ല. വന്നതിന് ശേഷം അല്ല നിങ്ങൾ ഉണരേണ്ടത്, അതിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിന്റെ 2 പത്രോസ് 3-ാമത്തെ അധ്യായം, അതിന്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എല്ലാവരും ബൈബിൾ തുറന്നിട്ട് 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 3-4 നോക്കൂ. ഈ ലോകത്തിന്റെ ഒരു ചോദ്യമാണിത് അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേൻ. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേൽക്കും. അവർ ചോദിക്കുന്നറിയോ, എന്താ നിങ്ങൾ കർത്താവ് വരൂ എന്ന് പറഞ്ഞു, നിങ്ങൾ യേശു നിങ്ങളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു, പക്ഷേ പണ്ടത്തെ പോലെ തന്നെ എല്ലാം ഇപ്പോൾ ഇരിക്കുന്നതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെയും ദൈവ വചനത്തെയും പരിഹസിക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ദേശത്ത് ആൾക്കാർ ചോദിക്കുന്നില്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്ത് സംഭവിച്ചു? പക്ഷേ പരിഹാസം വരുമ്പോൾ ഓർത്തോ, ഇത് എൻഡ് ടൈമാണ്, ഇത് അവസാന സമയമാണ്. ഓർത്തോ, അന്ത്യകാലത്ത് വരുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായെന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. പണ്ട് ജലപ്രളയം കൊണ്ട് മൊത്തം പോയി, ഇനി ഈ ഭൂമി തകരാൻ പോകുന്നത് തീ കൊണ്ടാ. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർ ലോകക്കാർ മനസ്സോടെ മറന്നു കളയുമ്പോൾ ദൈവസഭ മറക്കരുത്, നീ ഓർക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞാനും മണവാട്ടി സഭയിൽ അംഗങ്ങളാകുന്നത് കൊണ്ട് ഉണർന്നിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധമാണ് പറയുക. ഉണർന്നിരിക്കുക, പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ,
ഇന്നത്തെ സന്ദേശം നിങ്ങൾ എല്ലാവരും ആരും മിസ് ചെയ്യരുത്, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്, മുഴുവനുമായി നിങ്ങൾ കേൾക്കണം. കാരണം പരിശുദ്ധാത്മ നമ്മൾ തൊട്ടുണർത്തുന്ന സന്ദേശമാണ് തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് ഈ ഞായറാഴ്ച ദൈവവാക്കളിൽ കൊടുക്കേണ്ട സന്ദേശം എന്നാണ്. പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില വചനങ്ങൾ ഷെയർ ചെയ്യുന്നത്. ബൈബിൾ തുറന്നാട്ട് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ട്, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ ഞാനത് വായിക്കുന്നു. നിങ്ങൾ ബൈബിൾ തുറന്നേ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ ഈ ഭാഗം വായിച്ചല്ലോ. വളരെ ഗൗരവമായിട്ടുള്ള സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് സഭയ്ക്ക് തരുന്നത്. വളരെ ഗൗരവമുള്ള സന്ദേശം. കാരണം ഇന്നത്തെ ആത്മീക നിലവാരം വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മികരായി ജീവിക്കുന്നതിന് പകരം ആത്മിക അഭിനയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുണ്ടോ ഉണ്ട്, വചനധ്യാനമുണ്ടോ ഉണ്ട്, പള്ളിയിൽ പോകുന്നുണ്ടോ ഉണ്ട്, ദൈവമായിട്ടുള്ള ബന്ധം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും എനിക്കും വ്യക്തമായിട്ട് അറിയാം എത്രയോ ഡൗൺ ആണെന്ന്. ഇന്ന് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം തട്ടി ഉണർത്തുക. എന്തിനാണ് ഈ വചനം കർത്താവ് തന്ന് നമ്മളെ ഉണർത്തുന്നത്? നമ്മൾ ആരും നശിച്ചു പോകാതെ, നരകത്തിൽ പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഈ സന്ദേശങ്ങൾ നമുക്ക് തരുന്നത്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ ചിരിപ്പിക്കുന്ന സന്ദേശങ്ങളായിരിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളിൽ നിങ്ങളെ തൊട്ടുണർത്തുന്ന സന്ദേശമായിരിക്കും. അപ്പോൾ ലവോദിക്ക 7 സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ 1 എഫോസോസ്, 2 സ്മുർണ, 3 പെർഗമോസ്, 4 ത്വയതേര, 5 സർദീസ്, 6 ഫിലദെൽഫിയ, 7 ലവോദിക്ക. ഇതൊക്കെ ഓരോ കാലഘട്ടത്തെ കാണിച്ചുകൊണ്ടിരിക്കുക. 7ാമത്തെ സഭയാണ് ലവോദിക്ക. ഈ ലവോദിക്ക സഭ ഇന്നത്തെ കാലഘട്ടത്തെ കാണിക്കുക, ഇന്നത്തെ അന്ത്യകാല സഭയെ കാണിക്കുന്നതാണ് ലവോദിക്ക സഭ. കഴിഞ്ഞ കാലങ്ങളിൽ പീഡകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത്ര അധികം പീഡകളിൽ എവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അന്ത്യകാലത്തിന്റെ സഭ ജാഗ്രത കുറവുണ്ടായി. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നതിൽ ജാഗ്രത കുറവുണ്ടായി. കർത്താവ് പറയുക, നീ ശീതവാനുമല്ല. കർത്താവ് പറയുക, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല. കർത്താവ് പറയുക, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് പറയാം കൊള്ളായിരുന്നു, പക്ഷെ നീ ഇപ്പൊ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാ. ശീതോഷ്ണം
ഇംഗ്ലീഷ് പറയുന്നത് ലൂക്ക് വാം എന്ന് പറഞ്ഞാൽ, ലൂക്ക് വാം എന്ന് പറഞ്ഞാൽ വാട്ടവെള്ളം. എല്ലാവർക്കും വാട്ടവെള്ളം ഇഷ്ടപ്പെടത്തില്ല. കർത്താവ് പറയുക, നീ ഒരു ചൂടുള്ള വെള്ളമല്ല, തണുപ്പുള്ള ഒരു വല്ലാത്ത വെള്ളം, തിളച്ചിട്ടുമില്ല, തണുപ്പുമല്ല, ഒരു വല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉമിണ്ട് കളയും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ലവോദിക്ക സഭ ഈ കാലഘട്ടം ദൈവത്തെ ആരാധിക്കുന്നത് ഉദാസീനതയോടുകൂടെയാണ്. ഗൗരവം കൊടുക്കുന്നില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഉദാസീനത ഒരു കർത്താവിനെ വേല ചെയ്യാൻ പാടില്ല, ഉദാസീനത ഒരു കർത്താവിനെ ആരാധിക്കാൻ പാടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെയും എൻ്റെ ജീവിതം ഉദാസീനതയിലാണോ നമ്മൾ കഴിക്കുന്നത്? പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു, ആരാധിച്ചാൽ ആരാധിച്ചു, ദൈവത്തെ ഭയപ്പെട്ടാൽ ഭയപ്പെട്ടു, എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പല സമയങ്ങൾ നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നത്. ഉദാസീനത. കർത്താവ് പറയുക, ഈ ഇങ്ങനെ തുടർന്നു പോകാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറയുക, അങ്ങനെ ചെയ്താൽ എൻ്റെ വായിൽ ഞാൻ ഉമിണ്ണ് കളയും, ഞാൻ കളയുമെന്ന. ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടത്, നീ സ്നാനപ്പെട്ടത്, ദൈവത്തിലേക്ക് ഓടി വന്നത്, രക്ഷിക്കപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ പലരും പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് കഴിഞ്ഞു. ഒരു പ്രാർത്ഥിക്കുള്ള ആവേശം കാണുന്നില്ല, ദൈവത്തനുസരിച്ച് പോയി ഇരിക്കണമെന്നൊരു ചിന്ത കാണുന്നില്ല, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പലർക്കും ചിന്തയില്ല. ചിലരങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം. പക്ഷെ എല്ലാവരും അല്ല, സഭ മുഴുവനും പറയുകയാണ്, നീ ശീതോഷ്ണവാനായി തീർന്നാൽ, ഉദാസീനതയോടെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വരാൻ ഇരിക്കാൻ തീരുമാനിച്ചു, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഉമിണ്ണ് കളയും, ഞാൻ നിന്നെ തുപ്പിക്കളയും. ഹല്ലേലൂയ, ആമേൻ. ഈ അന്ത്യകാല സഭ പറയുക, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇവരെന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇന്ന് പലരും ചോദിച്ചു നോക്കിയേ, ബ്രദറെ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം, പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നിന്റെ ആത്മീയ ജീവിതം, ആത്മീയ ജീവിതമൊക്കെ ഉണ്ട്. പലരും എന്ത് പറഞ്ഞാലും ഞാൻ തൃപ്തനാ, ഇറ്റ്സ് ഓക്കെ, മതി. കർത്താവ് പറയുകയാ, ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ ആരായുന്ന കർത്താവ് പറയുകയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒരുപക്ഷെ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരോ സഹവിശ്വാസികളോ ദൈവത്തിന്റെ ഭക്തരോ ആരും അറിയത്തില്ല നമ്മുടെ ലൈഫ് എന്താണെന്ന്. പക്ഷെ ഉൾപ്പൂവുകൾ ആരായുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ പറയുന്നു, തകർന്ന് ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നീ നിരസിക്കത്തില്ല. ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം, എനിക്ക് പ്രാർത്ഥന ഇത്രയും പോരാ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്ന് ഇത്രയും പോരാ, എനിക്ക് അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് വരണമെന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നു, അപ്പോൾ ഓർത്തോ, ദൈവം നിന്നെ ഉള്ളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. അതല്ല, ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ മതി, ആ പ്രാർത്ഥന ഇങ്ങനെ മതി, പള്ളിയിൽ പോയി ഇങ്ങനെയൊക്കെ മതി, ആഴ്ചയിൽ ഒരു വട്ടം പോയാൽ മതി. ഇപ്പോഴും അതും കൂടെ പറ്റുന്നില്ലല്ലോ നമുക്ക്, അല്ലേ? ആത്മീയ കൂട്ടായ്മകളെ മതി, കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വചനം വായിച്ചില്ലെങ്കിൽ എന്ത് കുഴപ്പം? വചനം ഉള്ളിലുണ്ടല്ലോ. പലരും പറയാം, ഞാൻ ധനവാനാ, ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോ, ദൈവം നിന്നെ തുപ്പിക്കളയാൻ സമയമായി. അതാ ബൈബിൾ പറയുന്നത്, താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം എപ്പോഴാണ് ഒരു വ്യക്തിക്ക് താൻ കൃപയിലാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത്, അന്ന് നിന്നെ നിർത്തുന്ന ദൈവത്തിന്റെ കൃപയാ. ഞാൻ നിൽക്കുന്നു തോന്നിയാൽ വീഴാൻ ചാൻസ് ഉണ്ട്. പരിശുദ്ധർ പറയുന്നു, നോ, അങ്ങനെയല്ല. നീ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും വളരുവാൻ വേണ്ടി നീ മനസ്സുണ്ടാക്കണം. വളരുവാൻ, ആത്മമണ്ഡലത്തിൽ വളരണം, ആത്മമണ്ഡലത്തിൽ വളരണം. അപ്പൊ ഇവിടെ ലവോദിക സഭ പറയുന്നു, ഞാൻ ധനവാനാ. 2, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. പലരും മുട്ടി വന്നാലല്ലേ പ്രാർത്ഥിക്കത്തുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നാലല്ലേ പ്രാർത്ഥിക്കാൻ വരത്തുള്ളൂ. അതുകൊണ്ട് അവർ എനിക്കൊന്നിനും മുട്ടി, അതൊരു പള്ളിയിൽ പോകേണ്ടതിനാ, പ്രാർത്ഥിക്കേണ്ടതിനാ. ഇനി ഞായറാഴ്ചകളിൽ തന്നെ ചടങ്ങിന് വേണ്ടി ഇരുന്നാൽ മതിയല്ലോ, ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ മതി എന്നുള്ള എന്താ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ആത്മമണ്ഡലത്തിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴുണ്ടാകുന്നുവോ അന്ന് നിന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥ ലവോദിക സഭയ്ക്കുണ്ടായി. കർത്താവ് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ തുപ്പികളയും, ഉമിണ്ണുകളെ, വായിൽ ഉമിണ്ണുകളയും. ലവോദിക സഭ എന്ന് പറയുന്നു, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. സ്വന്തം നന്മയിൽ ആശ്രയിച്ച് അവർ അങ്ങ് ഇരിക്കുക, എനിക്കൊന്നിനും മുട്ടില്ല. ലവോദിക്ക എന്ന പട്ടണം അന്നത്തെ ഏറ്റവും വലിയ ഫിനാൻസ് സിറ്റിയായിരുന്നു, ഒരു സാമ്പത്തിക പട്ടണമാണ്, നല്ല ഇഷ്ടംപോലെ സമ്പത്തുള്ള പട്ടണമായിരുന്നു. ആ പട്ടണം കേന്ദ്രീകരിച്ച് പറയാ, പട്ടണം പറയാ, എനിക്കൊന്നിനും കുറവില്ല. കർത്താവ് പറയുക, നിനക്ക് കുറവുണ്ട്. ഹൃദയത്തിന്റെ ഉൾപ്പൂകളെ ആരായത് കർത്താവ് പറയുക, നിനക്ക് കുറവുകളേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് എന്താ പറയുന്നത്? വായിച്ചേ, കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ധനവാൻ,
സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും, എങ്ങനെ നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഹൃദയത്തിന് ഉൾപ്പൂവുകളെ ശോധന സർവശക്തനെ കർത്താവ് പറയുക. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒന്ന്, നീ നിർഭാഗ്യവാൻ. രണ്ട്, നീ അരിഷ്ടൻ. മൂന്ന്, നീ ദരിദ്രൻ. നീ പറയുന്നത് സമ്പത്തുണ്ട്, നീ ആത്മീയത്തിൽ പരമ ദരിദ്രനായിരിക്കുക. നാല്, നീ കുരുടൻ. നിനക്ക് ദർശനം നഷ്ടപ്പെട്ടു, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. നീ എന്തിനു വേണ്ടി രക്ഷയിലേക്ക് വന്നു, നീ എവിടേക്ക് പോകുന്നു, നിന്റെ ലക്ഷ്യം എന്താ, നീ മറന്നുപോയി. നീ കുരുടനായി പോയി. നഗ്നൻ എന്ന് പറഞ്ഞാൽ ആത്മീക വസ്ത്രം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ അറിയാതിരിക്കയാൽ. നീ അറിയാതെ നിനക്ക് നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് പറയുക, ഇതൊക്കെ നീ അറിയുന്നില്ല. ഒരു ഭാഗം നീ പറയുന്നു നിനക്ക് സാമ്പത്തികമായി കുറവില്ല, എല്ലാ നന്മകളുണ്ട്. പക്ഷെ പരിശുദ്ധന് പറയുക, നിനക്ക് നഷ്ടപ്പെട്ടത് നീ കൂടെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്താണ് പരിശുദ്ധാത്മ ഈ സന്ദേശം തന്റെ സഭയ്ക്ക്, ലവോദിക്ക സഭയ്ക്ക് അയച്ചത്? ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടു വന്നത് ഇവർ നരകത്തിൽ പോകാനല്ല, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുത്താനല്ല. ഇവരെ കർത്താവ് ആത്മമണ്ഡലത്തിൽ കർത്താവ് അവരെ രക്ഷയിലേക്ക് നടത്തിയത് നിത്യരാജ്യ അവകാശമാക്കാൻ വേണ്ടിയാ. ഉയരങ്ങളിൽ നമ്മുടെ പൗരത്വമോ ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ അത്രയെന്ന് പറഞ്ഞ ദൈവരാജ്യം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ദൈവജനം സ്വർഗരാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ വിട്ടിട്ട് ഇന്നിതാ ഭൂമിയിൽ ആ പലതിന്റെ പിന്നാലെ പോയി നഗ്നനായി, കുരുടനായി, അവൻ നിർഭാഗ്യനായി, അരിഷ്ടനായി, ലൈഫ് തകർന്നവനെ പോലെ അവരായിരിക്കുന്നു. പക്ഷെ ഇത്രയും ജീവിതത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല കേട്ടോ എന്താണ് സംഭവിച്ചത്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയും, നിങ്ങൾ മറന്നു പോകരുത്. നമുക്കൊന്നിന്റെ വചനങ്ങൾ കൂടെ നമുക്കിന്ന് വായിക്കാം. അപ്പം ഇവര് ഈ കർത്താവ് പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾ പോയി കിടക്കുകയാണ്. അവന് കർത്താവ് പറയുന്നത് അവർക്ക് ബുദ്ധിപദേശം കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകാതിരിയാണ് ബുദ്ധിപദേശം കൊടുക്കുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് നമുക്കെല്ലാവരും കർത്താവ് ബുദ്ധിപദേശം തരിക. എന്തിനാ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. നോക്കൂ, അതിൽ എഴുതിയിരിക്കുന്നു, എന്ന് അറിയാതിരിക്കാൻ 18ാമത്തെ വാക്യം വായിച്ച്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു. 3 കാര്യം. നീ നിന്റെ പഴയ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ, നീ പഴയ ആത്മീയതയിലേക്ക് വരണമെങ്കിൽ, നഷ്ടപ്പെട്ട നിങ്ങൾ റിക്കവർ ചെയ്യണമെങ്കിൽ പ്രധാനമെന്ന 3 കാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ എന്നോട് വിലയ്ക്ക് മേടിക്കണം. എന്താ 3 കാര്യം വിലയ്ക്ക് മേടിക്കണം? ഒന്ന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. 2 നിന്റെ നഗ്നത വെളിവാതിരിക്കാൻ വെള്ള വസ്ത്രം. 3 നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം. ഈ 3 കാര്യം എന്നോട് വിലയ്ക്ക് മേടിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് കൊടുത്താൽ നമുക്ക് കർത്താവിൻ്റെ പക്കൽ നിന്നൊക്കെ വിലയ്ക്ക് മേടിക്കാൻ പറ്റുക? എന്തെങ്കിലും കൊടുത്താൽ പറ്റുമോ നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലം വിലയ്ക്ക് മേടിക്കാൻ? ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇത് കൊടുക്കേണ്ട ആത്മീക വില, ആത്മീക മൂല്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആത്മീക മൂല്യം നിങ്ങൾ കൊടുത്താലേ ഇനി ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ള വചനം പറയുന്നു. അപ്പൊ എന്താണ് ഈ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താ? തീയിൽ കഴിച്ചു. അതിന്റെ 1 പത്രോസ് 1:7 ബൈബിളിനെങ്കിലും എടുത്ത് വായിച്ചായിട്ട് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അതിലിങ്ങനെ പറയുക, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ എന്താ തീയിൽ ഊതിക്കഴിഞ്ഞ പൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിലപ്പെട്ട വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, കുറവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, കർത്താവ് ബുദ്ധി പറയുക, നീ എന്നോട് വിലയ്ക്ക് മേടിക്കണം, വിലയ്ക്ക് മേടിക്കണം നീ. അപ്പോൾ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ സമ്പന്നരാ, ധനവാനാ. പക്ഷെ യഥാർത്ഥ സമ്പന്നത എന്താണെന്ന്
അവർ വിട്ടുകളഞ്ഞു. യേശു പല സമയങ്ങളിലും യേശു ഇവിടെ ലോകത്ത് ഉപദേശിച്ചപ്പോൾ പല ഉപമകൾ പറഞ്ഞു കൊടുത്തു. പല ഉപമകൾ. അതിൽ പ്രധാന ഒരു ഉപമയാണ് ലോക വിഷയമായി ലൗകിക പ്രകാരമായി സമ്പന്നനാകാതെ സ്തോത്രം അവൻ ദൈവ വിഷയമായി സമ്പന്നരാകണം. അതേ പ്രിയമുള്ളവരെ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിൽ നിങ്ങൾ എത്ര ഓടിയാലും ഏതിൻ്റെയൊക്കെ പിന്നാലെ സമയം ചെലവഴിച്ചാലും ഈ ലോകത്തിൽ നശിച്ചു പോകുന്നത്, പക്ഷെ നിത്യതയിലേക്ക് എത്തുന്ന ദൈവ വിഷയവുമായി നീ സമ്പന്നരാകണം. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, നിങ്ങൾക്കറിയാം, ദ റിച്ച് ഫൂൾ, അല്ലെ, ധനവാനായ ഒരു വിഡ്ഢി. അതിനെക്കുറിച്ച് കർത്താവ് പറയുക, ഒരു ധനവാനൊരു മനുഷ്യൻ സ്ഥലത്തുണ്ടായിരുന്നു. അവന്റെ നിലം നന്നായി വിളഞ്ഞു. ഒന്നാമതേ ധനവാൻ, ധാരാളം പണമുള്ള വ്യക്തി. അവന്റെ നിലം നന്നായി വിളഞ്ഞു, സമൃദ്ധിയായി വിളഞ്ഞു. അപ്പോൾ അവൻ, ബൈബിൾ പറയുന്നു, അവന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാത്ത നിലയിൽ അവന്റെ വിളവുണ്ടായി. അവൻ രാത്രിയിൽ തന്നോട് തന്നെ പറയുകയാ, ഒരു രാത്രി അവൻ കിടന്ന് സ്വപ്നം കാണുക, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ, ധാരാളം ഒന്നാതെ ഇഷ്ടംപോലെ നന്മയുണ്ട്, സമ്പത്തുണ്ട്, ഇനിയും നിലവും കൂടെ അതിശക്തമായി വിളഞ്ഞിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും? അവൻ സ്വപ്നം കാണുക. അവൻ തന്നോട് തന്നെ പറയുകയാ, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് ഏറ്റവും വലിയ പണിയും, ഏറ്റവും വലിയ പണി. സ്വപ്നം കാണുക. ലോകത്തിൽ അവൻ ദീർഘവർഷം ജീവിക്കാൻ പോകുന്നതിനെ പോലെ സ്വപ്നം കാണുകയാ, ഏറ്റവും വലിയ പണിയും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിച്ചു കൊള്ളുക, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിച്ചു കൊള്ളുക. ഏറിയ വർഷങ്ങൾക്ക് വേണ്ടി ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുക. ഇവിടെ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 10 വർഷം, 15 വർഷം, 25 വർഷത്തിന് വേണ്ടിയുള്ളത് ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ആനന്ദിക്ക്, സുഖമായിട്ട് ഭക്ഷിച്ച് പാനം ചെയ്ത് ആനന്ദിക്ക് തന്നോട് തന്നെ പറയുകയാണ്. അവൻ മായാ ലോകത്ത് വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ കർത്താവ് ചോദിക്കുക, മൂഢാ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കിയതൊക്കെ ആർക്കാകും? ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓടുക, ഇരിക്കാൻ സമയമില്ല, ഓടാൻ സമയമില്ല. ഈ ലോക്ക്ഡൗണിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ബിസി ഫുൾ ടൈം ബിസിയാണ്. ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഒരു സമയമില്ല. പ്രാർത്ഥനയ്ക്ക് സമയമില്ല, കുടുംബത്തിൽ ഇരിക്കാൻ സമയമില്ല, ഭയങ്കര ബിസി ലൈഫ്. ഇന്ന് ആ ബിസിയോടെ പോയി. ദൈവം ഒരു വൈറസിന് അയച്ചപ്പോൾ സകല ബിസിയും തീർന്നു. എല്ലാവരും വീട്ടിനകത്തായി, ഉന്നതൻ മുതൽ താഴെ കിടക്കുന്നവരെല്ലാം വീട്ടിനകത്തായി. ഞാൻ പറഞ്ഞോട്ടെ, അപ്പോൾ നമ്മുടെ ബിസിക്കും നമുക്ക് നിയന്ത്രണം വെച്ച് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുക്കാൻ പറ്റും. ബൈബിൾ പറയുന്നു, കർത്താവ് പറയും, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത്, നീ 25 വർഷത്തിന് വേണ്ടി ഒരുക്കി വെച്ചല്ലോ, തലമുറകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചല്ലോ, അത് ആർക്കാകും? എന്നിട്ട് കർത്താവ് പറയുക, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെയാകുന്നു. നിങ്ങൾ വായിക്കണമെങ്കിൽ അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16-21 ഞാൻ പറഞ്ഞ കാര്യമുള്ളത്. ദൈവ വിഷയമായി സമ്പന്നനാകുക, പ്രാർത്ഥനയിൽ സമ്പന്നരാകുക, വചനധ്യാനത്തിൽ സമ്പന്നരാകുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമ്പന്നരാകുക, പരസ്പര കൂട്ടായ്മയിൽ സമ്പന്നരാകുക, ആരാധനയിൽ സമ്പന്നരാകുക, സുവിശേഷം പറയുന്നതിൽ സമ്പന്നരാകുക. അതല്ലാതെ ഒരു പരിധിക്ക് അപ്പുറം സ്വന്തമായിട്ട് ലോകത്തിന് വേണ്ടി ഓടി എന്തോ ശേഖരിച്ച് വെച്ചിട്ട് പിന്നെ ആത്മമണ്ഡലം തകർത്ത് കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മൂഢനായ ധനവാനെ പോലെ ആകാതെ ജീവിച്ചിരിക്കുമ്പോൾ സുബോധമുള്ളവനെ പോലെ നീ ജീവിക്കണം. അപ്പോൾ ബൈബിൾ പറയുന്നു, അപ്പോൾ നിന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണം. നിന്റെ പൊന്ന് കാണിക്കുന്നത് വിശ്വാസത്തിന്റെ മൂല്യങ്ങളാണ്. അപ്പൊ ബൈബിൾ പറയുന്നു, അപ്പം നിന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണം. നീ കർത്താവിലെ പഴയ വിശ്വാസത്തിലേക്ക് വരണം, ദൈവ ബന്ധത്തിലേക്ക് ആഴമായിട്ട് വരണം. 2 പത്രോസ് 1-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം ബൈബിൾ ഉള്ളവരെടുത്താട്ട്. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം എല്ലാവരും എടുക്കുക, തുറന്ന എല്ലാവരും. 2 പത്രോസ് 1-ാം അധ്യായം അതിന് 6, അതിന് 5 മുതലാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. എല്ലാവരും എടുത്തോ നിങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ.
ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ പറയുന്നതിന്റെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗുഡ്നെസ് എന്നാണ് കൊടുത്തത്. ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങൾ നിന്റെ വിശ്വാസത്തോട് നിന്റെ ദൈവിക പ്രവർത്തികൾ ആഡ് ചെയ്യണം. കർത്താവിന്റെ വചനം പറയുകയാ. ബൈബിൾ തുറന്നിട്ട് അതിന്റെ യാക്കോബിന്റെ പുസ്തകം, യാക്കോബിന്റെ ലേഖനം, അത് 2-ാമത്തെ അധ്യായം. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിന്റെ 14 മുതൽ താഴോട്ട് ഞാൻ വായിക്കും. നിങ്ങൾക്ക് വായിക്കണം. തുറന്ന ബൈബിളിൽ യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം. പെട്ടെന്ന് എടുക്കണം. അതിന്റെ 14 അതിലെഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിൾ പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് യൂദലേഖനത്തിൽ പറയുകയാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ നിത്യരാജ്യം, രക്ഷ നമുക്ക് അവകാശം, നമുക്ക് നിത്യരാജ്യത്തിലെ പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം. പാപത്തോട് പോരാടണം, ലോകത്തോട് പോരാടണം. ഇന്നത്തെ സകല സാഹചര്യങ്ങൾ പോരാടി ജയിക്കുന്ന ഒരു ജയാളി നിങ്ങളെ മാറണം ബൈബിൾ പറയുകയാ. അപ്പോൾ വേറെ പറയുക, നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷ മാത്രമേ സൗജന്യം. വിശ്വസിച്ചാൽ രക്ഷ മാത്രമേ സൗജന്യം. ബാക്കിയെല്ലാം നിരന്തര പ്രാർത്ഥനയാലും ദൈവമായിട്ടുള്ള ബന്ധത്താലും നേടിയെടുക്കേണ്ട ഒന്നാണ് നിത്യരാജ്യത്തിലെ പ്രവേശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ സ്വർഗത്തിൽ പോകും, ഇനി ഞാൻ ഒന്ന് പേടിക്കേണ്ട കാര്യമില്ല. പലരും അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, ഞാൻ പള്ളിയിൽ പോയല്ലോ, ഞാൻ ഇപ്പം സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പം കുഴപ്പമില്ല, ഞാനിപ്പോ സ്വർഗത്തിൽ പൊക്കോളും. നീ മൂഢനാകരുത്, നീ വിഡ്ഢിയായി മാറരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഈ ദിവസം നിന്നോട് പറയുകയാ, ഞാൻ സമ്പന്നനായി, എനിക്ക് തൃപ്തിയാ എന്ന് പറഞ്ഞിരിക്കാതെ നിന്റെ വിശ്വാസത്തോടുകൂടും വിശ്വാസത്തിന്റെ പ്രവൃത്തി ആരംഭിക്കണം. ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുകയാ. നോക്കൂ, അതിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ തനിക്ക്, നോക്കൂ 17, അങ്ങനെ ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനെ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, നിന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നിന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ എന്താ പറയുന്നത്? നിന്റെ വിശ്വാസത്തോട് വീര്യം, സദ്ഗുണങ്ങൾ നീ കൂട്ടണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥത വർദ്ധിക്കാൻ ശ്രമിക്കണം. ഉള്ളതോടെ തൃപ്തിപ്പെട്ട് ഇരിക്കരുത്. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് കുഴപ്പമില്ല, സ്വർഗം. നോ, അതാണ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടാൻ വേണ്ടി യോർദാൻ കരയിൽ വന്നപ്പോൾ ധാരാളം ആൾക്കാർ വന്ന്, പരീശന്മാർ, ശാസ്ത്രിമാർ, പട്ടാളക്കാരൊക്കെ സ്നാനപ്പെടുത്തുകയാണ്. ഇവർ ചിന്തിച്ചു, ഒന്ന് സ്നാനപ്പെട്ട് പോയാൽ പിന്നെ ഓക്കെ, തീർന്നു, ഇനി നമ്മൾ സ്വർഗരായും പൊക്കോളും. ഒരെണ്ണം ഇവരുടെ ഹൃദയത്തിന്റെ അന്തരംഗം മനസ്സിലാക്കി യോഹന്നാൻ സ്നാപം വിളിച്ചു പറയുക, സ്നാനപ്പെട്ട വിളിച്ചു പറയുക, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ ഉപദേശിച്ചു തന്നതാർ. ആരാ ഉപദേശിച്ച്? സ്നാനപ്പെട്ടാൽ മതി, രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്ന്. എന്നിട്ട് പറയുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നീ സ്നാനപ്പെട്ടത് ശരിയാ, നീ പള്ളി വരുന്നത് ശരിയാ, പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിനക്കില്ലെങ്കിൽ നീ സ്വർഗരാജ്യം പോകുന്നത് വളരെ ബുദ്ധിമുട്ടാന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുക.
അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ വളരെ വിഷമിപ്പിക്കുന്ന സന്ദേശമാണ്. ഇത് വിഷമമല്ല, നീ ആത്മമണ്ഡലത്തിൽ ഒരുങ്ങുള്ള സന്ദേശമാണ്. ഈ സന്ദേശം സ്തോത്രം കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം തന്നെ തുറന്ന് ഇത് കേൾപ്പിക്കുവാൻ വേണ്ടി ദൈവം കാണുവാനും കേൾക്കുവാൻ ദൈവം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ആത്മം നഷ്ടപ്പെടാൻ പാടില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു ലെവൽ ഓഫ് വിശ്വാസം നയിക്കുന്നു. ഇതിനു വേണ്ടി അല്ലത് ഇതിനെ വിളിച്ചിരിക്കുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഫലമില്ലെങ്കിൽ ബൈബിൾ പറയുന്നു, ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ഫലം കായ്ക്കാത്തത് കാരണം വെട്ടി തീയിലിട്ട് ചുട്ട് കളയുന്നു. നീ രക്ഷിക്കപ്പെട്ടത്, നീ സ്നാനപ്പെട്ടത്, നീ കർത്താവിലേക്ക് വന്നത് വെട്ടി തീയിലിടപ്പെടാൻ വേണ്ടിയാണോ? ഇല്ല. നിന്റെ ജീവിതം ബലപ്പെട്ടതാ, നിന്റെ ആത്മീയത ബലപ്പെട്ടതാ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത്. എഫെസോസ് സഭയോട് പറയുക, നിന്റെ ആദ്യ സ്നേഹം ഞാൻ അറിയുകയാ. നിന്റെ ആദ്യ സ്നേഹവും ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. ആദ്യ സ്നേഹം അങ്ങനെയല്ല. കർത്താവിനെ ചാകാൻ, കർത്താവിന്റെ സൈഡിൽ മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെലവഴിച്ച നീയാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കർത്താവ് പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നത് ഓർത്ത്. അതെ, നീ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണമെന്ന് പരിശുദ്ധ ആത്മാവ് വ്യക്തമായി ഇന്ന് കേൾക്കുന്ന നമ്മോട്, നിങ്ങളോടും എന്നോട് അങ്ങനെയല്ല, നമ്മോട് തന്റെ ആലോചന പറയുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത്. ഒന്ന് വീണത് സമ്മതിക്കുക, ഒന്ന് കൃപയിൽ നിന്ന് പിന്മാറിപ്പോയത് സമ്മതിക്കുക. ഞാൻ വീണിട്ടില്ല, ഞാൻ കൃപയിൽ. നീ ഉഴപ്പ് പറയാതെ നിന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്കൊന്നുകൂടെ കൃപയിൽ കയറണം, എനിക്കൊന്നുകൂടെ പ്രാർത്ഥനയിൽ കയറണം, എനിക്കൊന്നുകൂടെ ആത്മകരത്തിൽ വളരണം. നീ എന്ന് കരഞ്ഞു തുടങ്ങുമോ, അപ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ വചനം ഞാൻ പറയുമ്പോൾ പരിശുദ്ധ ആത്മ അനേകരുടെ ഉള്ളത്തെ തുടർന്ന് ആത്മാവിൽ കാണുകയാണ്. നീ ഓർക്കണം, നീ ഏതിൽ നീ വീണിരിക്കുന്നത് ഓർത്ത് മാനസാന്തരപ്പെടുക, കരയുക, തെറ്റുകൾ ഓർത്ത് പറയുക, കരയുക, പാപങ്ങൾ ഓർത്ത് കരയുക, വീഴ്ചകൾ ഓർത്ത് കരയുക. അപ്പാ അതിനോട് ക്ഷമിക്കണമേ, അപ്പാ അതിനോട് ക്ഷമിക്കണമേ. നീ കർത്താവിനെ കരഞ്ഞാൽ, കർത്താവിനെ പ്രാർത്ഥിച്ചാൽ ബൈബിൾ പറയുന്നു, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നീ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധനായ ദൈവം ഈ സന്ദേശം നമുക്ക് തരികയാ. അതെ, ആമേൻ. തീയിൽ ഊതി കഴിച്ച പൊന്ന്, വിശ്വാസത്തിന്റെ പരിശോധന വിലപ്പെട്ട നീ അറിയുക. ഈ വിശ്വാസ ജീവിതം സൂക്ഷിക്കുക. ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടുക. ഉദാസീനത ജീവിക്കരുത്, അലസര ജീവിക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, മത്തായി സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കന്യകമാരെ കുറിച്ച് 5 പേർ ബുദ്ധിയുണ്ട്, 5 പേർ ബുദ്ധിയില്ല. എല്ലാവരും കാത്തിരുന്നത് മണവാളിന് വേണ്ടിയാ. എല്ലാവർക്കും വിളക്കുണ്ടായിരുന്നു, എല്ലാവർക്കും തീപ്പറ്റി ഉണ്ടായിരുന്നു, എല്ലാവരുടെ വിളക്കിലും എണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ 5 പേരെ ബുദ്ധിമാന്മാരാക്കിയത് അവർ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. ഇവർ ചിന്തിച്ചു, ഓ, ഈ എണ്ണ തീരുന്നതിന് മുമ്പ് മണവാളൻ വന്നാൽ മതി, താമസം കുഴപ്പമില്ല. അവർ ഉദാസീനതയിൽ കൂടെ പോയി. പക്ഷേ ബുദ്ധിയുള്ളവർ ഒരുപക്ഷേ മണവാളൻ താമസിച്ചാലോ വിളക്ക് കത്തിക്കേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞു എണ്ണ കൂടെ കരുതി. അതാ എണ്ണ കാണിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവാം. എന്നെ ശ്രമിക്കുന്നവരെ ജീവിതത്തിൽ ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എന്ന് ചിന്തിച്ചോ പോക്ക. മണവാളൻ വരുന്നു ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഉണർന്നു. 10 പേര് ഉണർന്നു, 10 പേരും തീ കത്തിച്ചു. പക്ഷെ 5 പേര് വിളക്കെ തെളിഞ്ഞുള്ളൂ. 5 പേര് വിളക്കെ തെളിഞ്ഞുള്ളൂ. ആ വിളക്ക് തെളിഞ്ഞ ഈ 5 പേരും മണവാളനോട് കൂടെ മണിയറയിൽ കടന്ന കാര്യം നിങ്ങൾക്കറിയാം. ബാക്കി 5 പേര് ഇവരോട് ചോദിച്ചു, ഇച്ചിരി എണ്ണ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ വിളക്ക് തെളിക്കട്ടെ. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിളിക്കുന്നവരോട് പോയി മേടിച്ചോളൂ എന്ന് പറഞ്ഞാൽ നീ സമയം ഉപയോഗിച്ചില്ല. ദൈവം നിനക്ക് തന്ന സമയം വെറുതെ കളഞ്ഞു. അവസാനം ഇതാ കണ്ടു ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനൊരു അവസ്ഥ വരാതിരിപ്പാൻ പരിശുദ്ധ ആത്മാവിന്റെ നിറവിന്റെ ഒരു ജീവൻ ചോദിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ഞാൻ ആയിരിക്കും എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതുവരെയ്ക്ക് അറിയത്തില്ല അല്ലേ? ഇവിടെ വ്യക്തമായ ദൈവമായിട്ടുള്ള പ്രാർത്ഥന മാത്രം കീപ്പ് ചെയ്താൽ മതി, ഈ ബന്ധം ഉണ്ടല്ലേ? അപ്പൊ നീ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? ഇന്ന് ആരെങ്കിലും കർത്താവിന്റെ വരികയൊക്കെ പേടിയുണ്ടോ? അല്ലെങ്കിൽ അയ്യോ പോകത്തില്ല എന്നൊരു ഭയമുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് യേശുമായിട്ട് ഒരു ബന്ധമില്ല. ആരും പേടിച്ചെഴുന്നേറ്റ് പോകരുത്. നിനക്ക് യേശുവിന് ഒരു ബന്ധവുമില്ല. നീ യേശുമായി വ്യക്തിപര ബന്ധമുണ്ടെങ്കിൽ നിനക്ക് ഭയം ഉണ്ടാകത്തില്ല. ലോകത്തിന് ഭയമാ, നിനക്ക് സന്തോഷമാ.
കാരണം നിന്റെ മണവാളൻ വരാൻ പോവുക, നമ്മുടെ വീണ്ടെടുപ്പ് എടുക്കാൻ പോവുക. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. യേശുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധ ആത്മാവിന്റെ പ്രാർത്ഥന നിന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ദൈവസന്നിധിയിൽ. ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ആഴമായിട്ടുള്ള ഒരു വ്യഗ്രത നിനക്ക് ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. സമയം പാഴായിട്ട് കളയരുത്. സ്തോത്രം സ്തോത്രം. ഈ ലോക്ക്ഡൌണിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചോട്ടെ, എത്ര മണിക്കൂർ പ്രാർത്ഥന നിങ്ങൾ ചെലവഴിച്ചു? എത്ര മണിക്കൂർ വചനം വായിക്കാൻ ചെലവഴിച്ചു? എത്ര മണിക്കൂർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിന്നു? പരിശുദ്ധ ആത്മാവ് ഇതൊക്കെ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, ചോദിക്കുമ്പോൾ ഈ ദിവസം ആമേൻ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കർത്താവ് ആവശ്യപ്പെടുക നിങ്ങളോട്. ആമേൻ. എത്ര സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു നിങ്ങൾ? എത്ര സമയം ദൈവമായിട്ട് സംസാരിച്ചു? എത്ര സമയം അന്യഭാഷകൾ സംസാരിച്ചു നിങ്ങൾ? ആത്മീയമായ സമ്പന്നരായോ നിങ്ങൾ? നിങ്ങളെന്നല്ല, നമ്മൾ ആത്മീയരെ സമ്പന്നരായോ? ഇല്ലെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെയും എൻ്റെ മേലുണ്ട്. നമ്മൾ ഒന്നുകൂടെ ആത്മീയത്തിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി അത്രേ ഈ സന്ദേശം കർത്താവ് വായിക്കുന്നത്. ഒന്ന് ബൈബിൾ പറയുന്നു, വിശ്വാസം നീ കൂട്ടണം. പ്രാർത്ഥന, ദൈവമായിട്ടുള്ള വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ ബലപ്പെട്ട് പുറത്തു വരണം. ഹല്ലേലൂയ. പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന സൂപ്പറായിട്ട് വെളി വരണം. ഈ ഒരിക്കൽ പറഞ്ഞു, അവനെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നു പോലെ പുറത്തു വരും. നീ പൊന്നു പോലെ വെളി വരണം. നീ കത്തിച്ചാരമാകരുത്. അതേ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് അർത്ഥമാക്കുന്നത് നിന്റെ വിലപ്പെട്ട വിശ്വാസം. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് പഴയ ദൈവിക ബന്ധത്തിലേക്ക് മടങ്ങി വരണം. നമ്പർ 2, നീ നിന്റെ നഗ്നത വെളിവാകാതിരിപ്പാൻ വൈറ്റ് ഗാർമെന്റ്, വെള്ളയുടുപ്പ്. ഈ വെള്ളയുടുപ്പ് കാണിക്കുന്നത് വിശുദ്ധ ജീവിതം, വേറെ ഒന്നുമല്ല, വിശുദ്ധ ജീവിതമാണ് വെള്ളയുടുപ്പ്. മനുഷ്യന്റെ നീതി പ്രവൃത്തിയുള്ള കറപിരണ്ട തുണി പോലെ ബൈബിൾ പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അലച്ചിലുകളിൽ നമ്മൾ എത്ര പേരുടെ വിശുദ്ധ വസ്ത്രത്തിന് കറ പിടിച്ചിട്ടുണ്ട്? വാക്കുകളിൽ തെറ്റിപ്പോയവരാ പലരും, നോട്ടങ്ങളിൽ തെറ്റിപ്പോയവരാ പലരും, ഇടപാടുകളിൽ തെറ്റിപ്പോയവരാ പലരും. പരിശുദ്ധന് പറയുക നിന്റെ നഗ്നത വെളിവാകാതെ വണ്ണം. ഇപ്പോൾ ലോകം കാണുന്നത് നിന്റെ വിശുദ്ധ ജീവിതത്തിനപ്പുറം നിന്റെ വസ്ത്രമല്ല, നിന്റെ നഗ്നതയാ. കർത്താവ് പറയുക, നീ വെള്ള ഉടുപ്പ് ധരിക്കണം. അത് ഞാൻ തരും. എന്നോട് വിലക്ക് ചോദിക്കണം, നീ വിലക്ക് മേടിക്കണം നീ എന്ന് പറഞ്ഞാൽ പോയിന്ന് കരയണമെന്നാ, പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്നാ. നിനക്കൊരിക്കൽ ഫ്രീ ആയി കിട്ടിയതാ വിശുദ്ധ വസ്ത്രം, വിശുദ്ധ ജീവിതം. പക്ഷെ നീ കളഞ്ഞു കുളിച്ചുവെങ്കിൽ, ജീവിതം മലിനപ്പെട്ടു പോയെങ്കിൽ, വാക്കുകളിൽ ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് ദൈവഹിതമില്ലാത്ത വാക്കുകൾ വായി വരുന്നുണ്ടോ? വിശുദ്ധ വസ്ത്രം നഷ്ടപ്പെട്ടു. ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ജീവിതം കൊണ്ട് ദൈവഹിതമില്ലാത്ത പ്രവൃത്തിയിൽ നീ ഏർപ്പെട്ടോ? എന്റെ വിശുദ്ധ വസ്ത്രം നഷ്ടപ്പെട്ടു. കർത്താവ് പറയുക, ഒരിക്കൽ നിനക്ക് ഞാൻ ഫ്രീ ആയി തന്നു, ഇന്ന് എന്നോട് വിലക്ക് മേടിക്കണം. വിലക്ക് മേടിക്കണമെങ്കിൽ നീ എന്റെ സന്നിധിയിൽ പോയിരുന്ന് കരയണം, എന്റെ സന്നിധിയിൽ പോയിരുന്ന് ഉപവസിക്കണം, എന്നോട് ചോദിക്കണം, വില കൊടുക്കണം. ഈ സന്ദേശം നിങ്ങൾ മാറ്റട്ടെ. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൌണിൽ നിങ്ങൾ ഉറങ്ങാൻ വിടാത്ത സന്ദേശം ഇത് മാറണം. നീ വില കൊടുക്കാൻ തയ്യാറാകണം. നീ ദൈവത്തിന്റെ സ്ഥലത്ത് താണിരിക്കണം. നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ പോയി കരയണം. അപ്പാ, വിശുദ്ധ വസ്ത്രം, ആ കർത്താവ് തരുന്ന വെള്ള ഉടുപ്പ് തരണമേ, ആ വിശുദ്ധിയുടെ ജീവിതം എനിക്ക് തരണമേ. നീ കരയണം. ബൈബിൾ സഖരിയാവിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിന്റെ 1, 2, 3 ആ ആദ്യങ്ങൾ വായിക്കണം. അതിൽ ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോകാം. സഖരിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3, 4, 5 വാക്യങ്ങൾ എഴുതിയിരിക്കുക. മഹാപുരോഹിതനായ യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. അവനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ അവന്റെ വലത്ത് ഭാഗത്ത് നിന്നു. കർത്താവ് നോക്കിയപ്പോൾ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു. സാത്താൻ കുറ്റപ്പെടുത്തുക. നോക്കൂ, നിങ്ങൾ ഞാൻ വിശുദ്ധ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ സാത്താൻ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കും. കേൾക്കുന്നോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മൾ അറിയത്തില്ല, സാത്താൻ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു.
അവൻ മുഷിഞ്ഞ വസ്ത്രം, ആ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രമല്ല, അവൻ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാച് പറയുക, ഇവൻ ആ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുകയാണ്. പക്ഷെ ഒരു സന്തോഷത്തിന്റെ വാർത്ത, പക്ഷെ യോശുവയിൽ കുറവുകളുണ്ട്, പക്ഷെ അവൻ നിന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിനക്ക് 100 കുറവുകളുണ്ടാകാം, 100 കുറ്റങ്ങളുണ്ടാകാം, പക്ഷെ നീ ദൈവ സന്നിധിയിൽ നിന്നാൽ നിന്നെ നീതീകരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സാത്താൻ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ദൂതൻ പറഞ്ഞു, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. എന്നിട്ട് പെട്ടെന്ന് കർത്താവ് സാത്താനെ ശാസിച്ചിട്ട് പെട്ടെന്ന് കർത്താവ് ദൂതമാട് പറഞ്ഞു, ഇവന്റെ മുഷിഞ്ഞ വസ്ത്രം ഇവനിൽ നിന്ന് മാറ്റി ഇവന് ഉത്സവ വസ്ത്രം ധരിപ്പിപ്പിൻ. അതേ പ്രിയമുള്ളവരെ, നീ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവേ മുഷിഞ്ഞു പോയി, എന്റെ ജീവിതത്തിൽ കറ പിടിച്ചു ചോദിക്കുന്നെങ്കിൽ സെക്കൻഡുകൾക്കകം നിന്നെ വെള്ളയുടുപ്പ് ധരിപ്പിച്ച് വിശുദ്ധനാക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട, എന്തിന് കർത്താവ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, നിന്നെ വിശുദ്ധീകരിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. അതെ, ഈ ദൈവത്തിന് കഴിയും. ഈ സന്ദേശികൾക്ക് ഒരു പരിശുദ്ധാത്മ നിന്നെ കഴുകുവാൻ വേണ്ടി നീ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി കർത്താവ് പറയുക, നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം നീ എന്നോട് മേടിക്കണം. വിലയ്ക്ക് മേടിയ ലേപം. എന്താ കണ്ണിൽ എഴുതുവാൻ ലേപം? ഈ ലേപം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പണ്ട് ഇവർ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ ഭയങ്കര ആത്മീയ ദർശനം ഉണ്ടായിരുന്നു. ദർശനം നഷ്ടപ്പെട്ടു. പണ്ടൊരു വ്യക്തി ട്രെയിനിൽ യാത്ര ചെയ്യുക, ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ യാത്ര ചെയ്യുക. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പകുതി വഴി പോയപ്പോൾ, അന്ന് മൊബൈലൊന്നുമില്ല, അടുത്ത് കണ്ട ഒരു ഇതുണ്ടല്ലോ ചെറിയ വെച്ചിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ടെലിഫോൺ, അവിടെ നിന്ന് വിളിച്ചു, ഭാര്യയ്ക്ക് വിളിച്ച് ചോദിച്ചു, എടി ഞാൻ എങ്ങോട്ടാ പോകാൻ വേണ്ടി യാത്ര തിരിച്ചത്, എങ്ങോട്ട് ഞാൻ പോവുക? ഭാര്യ പറഞ്ഞേ, യാത്ര ചെയ്ത് ട്രെയിനിൽ പോയിട്ട് ഇപ്പം എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല ചോദിച്ചു. ഇനി മറന്നുപോയി, എങ്ങോട്ടൊന്ന് മറന്നുപോയി. ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പോക്കറ്റുകൾക്ക് ടിക്കറ്റ് എടുത്ത് നോക്കുക, അത് എഴുതി കാണും കാര്യം. ഇതുപോലെ അനേകർ രക്ഷിക്കപ്പെട്ടു, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മറന്നിരിക്കുന്ന ആത്മീയദർശനം നഷ്ടപ്പെട്ടതായി പലരും ഉണ്ട് ഇവിടെ. നിന്നെ വിളിച്ച വിളി മറന്നുപോയി നീ. നമ്മൾ നേരത്തെ വായിച്ച വചനത്തിൽ ഇങ്ങനെ പറയുക, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം മുതൽ, വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കഴിഞ്ഞാൽ നിന്റെ 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 വെള്ള വസ്ത്രം ധരിപ്പിക്കണം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കത്തില്ല. ഹല്ലേലൂയ. അവ ഇല്ലാത്തവനോ കുരുടനത്രേ, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാ. അവയില്ലാത്തവന് ഹ്രസ്വദൃഷ്ടിയുള്ളവനാ, അടുത്തേക്കാണോ ദീർഘവീക്ഷനെ കാണത്തില്ല. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുവാൻ വേണ്ടി ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയും, നമ്മൾ ആത്മീയ ദർശനത്തിലേക്ക് മടങ്ങി വരണം. ഒരു വ്യക്തിക്ക് ആത്മീയ ദർശനം നഷ്ടപ്പെട്ടാൽ അവന്റെ ദൃഷ്ടി മുഴുവൻ ഭൗതിക തലത്തിലായി പോകും. പിന്നെ ആ വ്യക്തി മടക്കിക്കൊണ്ടിരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയുള്ള ഭാഗമാണ് ഈ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 20-ാം അധ്യായത്തിൽ ഗേഹസിയെ കുറിച്ച് പറയുക. ഈ ഗേഹസി താമസിച്ചിരുന്നത് ഏലീശയോട് കൂടെയാണ്. ഏലീശയുടെ അടുക്കൽ ഒരിക്കൽ നയമാൻ എന്നൊരു കുഷ്ഠരോഗി വന്നപ്പോൾ ഏലീശ സൗഖ്യമാക്കി. 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. മുങ്ങി അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത, എനിക്ക് എന്തെങ്കിലും ദൈവദാസന് കൊടുക്കണം. അങ്ങനെ അദ്ദേഹം വിലപ്പെട്ട വസ്ത്രവും പൊന്നും വെള്ളിയെല്ലാം കൊണ്ട് ദൈവദാസന്റെ വീട്ടിൽ ഫ്രണ്ട് നിൽക്കുകയാണ്. ദൈവദാസൻ പറഞ്ഞു, നീ എനിക്കൊന്നും വേണ്ട, നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലേ, കൊണ്ടുപോകാൻ പറഞ്ഞ ആ സമയത്ത് ദൈവത്തിന്റെ വചനം പറയുകയാ, ഗേഹസി ചിന്തിച്ചു, അയ്യോ, ഈ ഇത്രയും നന്മ എന്തിനാ എൻ്റെ യജമാൻ വെറുതെ കൊടുക്കുന്നത്, ഞാൻ പോയി അത് മേടിക്കും എന്ന് പറഞ്ഞ് ഓടുക. നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ ഓടി കള്ളമൊക്കെ പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോൾ ഏലീശ ചോദിക്കുക, ഗേഹസി എവിടെ പോയിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ എങ്ങും പോയില്ലേ, അടുത്ത് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ഏലീശ പറയുക, എടോ, നീ ആ നയമാൻ തൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി നിന്റെ ഈ വസ്ത്രവും ഈ നന്മകളൊക്കെ തന്നപ്പോൾ എൻ്റെ ആത്മാവും നിന്റെ കൂടെ അല്ലായിരുന്നോ? നീ ഇതിന് മനസ്സ് വെച്ചത് എന്തിനാ? നീ ഈ കാര്യത്തിന് മനസ്സ് വെച്ച് എന്തിനാ?
എന്ന് ഏലിശ അവനെ ശാസിക്കുന്നു. സംഭവിച്ചതെന്താ? അവൻ ദൈവികം എന്നുള്ള ചിന്ത വിട്ട് അവൻ ഭൗതികത്തിലേക്ക്, ദർശനം നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ കണ്ണ് ഭൗതികത്തിലായിപ്പോയി. ഇന്നും നീ ദൈവിക ദർശനം നഷ്ടപ്പെട്ടാൽ ലോകത്തിൻ്റെ പലതിലേക്ക് നിന്റെ കണ്ണ് പോകും. അതുകൊണ്ട് കർത്താവ് പറയുക, നീ എന്നോട് നിന്റെ കണ്ണിൽ പൂശുവാൻ ലേപം വിലയ്ക്ക് നീ മേടിക്കണം. എങ്കിലേ നിനക്ക് ലക്ഷ്യം ആത്മീയ ദർശനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ബൈബിളിൽ നിങ്ങൾ എടുത്ത് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ പറയുന്നു: ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ പ്രത്യേകത മനസ്സ് കുരുടാക്കുക, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുക. അത് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി, ആത്മീയ ദർശനം നഷ്ടപ്പെടുത്തി ഓടാനല്ല, ആത്മമണ്ഡലത്തിൽ ദർശനം പ്രാപിച്ച് മുമ്പോട്ട് പോകുക. നീ മാത്രമല്ല ഓടേണ്ടത്, സ്തോത്രം, നീ കൂടെയുള്ളവരും ആത്മമണ്ഡലത്തിൽ കൂട്ടിക്കൊണ്ടുപോകണം. അതെ, നിന്റെ വീട്ടിൽ കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത്. ആരെങ്കിലും വിശ്വാസത്തിൽ മടുത്തിരിപ്പുണ്ടോ, പ്രാർത്ഥനയിൽ മടുത്തിരിപ്പുണ്ടോ, ആത്മീയ കാര്യങ്ങൾ മടുത്തിരിപ്പുണ്ടോ, നീ ഒരു കൈത്താങ്ങൽ കൊടുത്ത് ആത്മാവിനെ ബലപ്പെടുത്തി അവർ മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ പോകുന്ന 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ആത്മീക മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു പോകരുത്. 2 കൊരിന്ത്യർ ലേഖനം, നിങ്ങൾ എടുത്ത 2 കൊരിന്ത്യർ ലേഖനം അതേ 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിക്കുന്നു. നിങ്ങൾ എന്നോട് ചെയ്ത് വായിക്കുക. 2 കൊരിന്ത്യർ 4:16 മുതൽ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ആത്മീക ദർശനത്തിൽ നിങ്ങൾ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കണം. എന്നിട്ട് പറയുന്നു, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതെ, ഈ കാണുന്ന ചിലതിന് വേണ്ടി നീ ഓടരുത്. കാണാത്ത നിലനിൽക്കുന്ന നിത്യ ദൈവരാജ്യമുണ്ട്. അവിടേക്കായിരിക്കട്ടെ നിന്റെ ദർശനം, അവിടേക്കായിരിക്കട്ടെ നിന്റെ ഫോക്കസ്. ഹല്ലേലൂയ. 5-ാമത്തെ അധ്യായം നിങ്ങൾ എടുത്തോ. 2 കൊരിന്ത്യർ 5-ാമത്തെ പറയുക, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ദൈവത്തിന്റെ അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീ ഉയരത്തിലെ ദർശനത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ, സമ്പത്തിന്റെ പിന്നാലെ, പല ലൗകിക സ്നേഹത്തിന്റെ പിന്നാലെ, പല പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഓർത്തോ, ഇതെല്ലാം നശിക്കുന്നു. പക്ഷെ പൗലോസ് പറയുക, ഞാൻ കൂടാരമായ ഈ ഭവനം ഇതൊക്കെ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം ഇതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചയ്ക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഒരു യഥാർത്ഥ ദൈവ വിശ്വാസിയുടെ, യഥാർത്ഥ ആത്മീയ മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഉയരത്തിലെ ദർശനത്തിലാണ് ജീവിക്കുന്നത്, ഉയരത്തിലെ കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, സർവത്തിലും സർവസമ്പന്നനായിരുന്നു അബ്രഹാം. കർത്താവ് പൊന്നുകൊണ്ട്, വെള്ളികൊണ്ട്, ആടുമാടുകൾ കൊണ്ട് സകലത്തിലും സമ്പന്നനായിരുന്നു. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുക, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവന്റെ പാർപ്പ് ഈ ഭൂമിയില, സകല സമ്പത്തുമുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, അവൻ വാഗ്ദത്തത്തിന്റെ അവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടാരങ്ങളിൽ പാർത്തു. ഇസ്ഹാക്ക് മകനാ, യാക്കോബ് കൊച്ചുമകനാ. മകനെയും കൊച്ചുമകനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാനിതാ ആദ്യം നിത്യരാജ്യത്തിലേക്ക് പോകുക, എന്റെ പാത പിൻപറ്റി നിങ്ങൾ അവിടെ ഉയരത്തിലെത്തണം. അതേ പ്രിയമുള്ളവരെ, നീ മരിക്കുന്നതിന് മുമ്പായി ഒരു ആത്മീക ദർശനം നിന്റെ തലമുറകൾ കാഴ്ചവെച്ചിട്ട് വേണം പോകാൻ. ഉയരത്തിലെ ദർശനം പ്രാപിക്കട്ടെ. കർത്താവ് പറയുക, നീ എന്നോട് വിലയ്ക്ക് മേടിക്കണം നഷ്ടപ്പെട്ടു പോയ ദർശനം. ഹല്ലേലൂയ. മരണത്തെ കുറിച്ച് പേടിക്കരുത്. മരണം വന്നാൽ അയ്യോ നോ, മരണം വരുമ്പോൾ നീ പറയണം, കർത്താവിന്റെ എനിക്ക് ഒരിക്കൽ നിത്യരാജ്യത്തിൽ ഞാൻ എത്തിച്ചേരും. ആ ഒരു പ്രത്യാശ നിനക്ക് ഇല്ലെങ്കിൽ നീ കരയണം, നീ ഭയപ്പെടണം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും
ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്ന അറിയുന്നു. അതെ, നമ്മൾ പരദേശികളാ. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ പരദേശികളായിരിക്കുന്ന അറിയുന്നു. അടുത്ത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെയും എന്റെ ജീവിതം വിശ്വാസത്താല. ഈ കാണുന്നത് താൽക്കാലികം, ഇവിടെ തീരുന്നു. വിശ്വാസത്താൽ അത്ര എന്റെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ പേര് വിശ്വാസികൾ എന്ന. എന്തോ ഒരു അദൃശ്യമായത് കണ്ടു. ബൈബിൾ പറയുന്ന മോശേ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ മിസ്രൈമിന്റെ കോപം ഭയപ്പെടാതെ, ഫറവോന്റെ കോപം ഭയപ്പെടാതെ ഓടി. ആമേൻ. ഞങ്ങളോട് പറഞ്ഞോട്ടെ, ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന കാഴ്ച കൊണ്ടല്ല ജീവിക്കുന്നത്, ഇതിനപ്പുറം വിശ്വാസത്തിന്റെ ജീവിതം. ആമേൻ. കാഴ്ചയല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ ഞങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകാൻ അഭിമാനിക്കുന്നു. അടുത്ത് 4:10, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. നമ്മൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതം കറയില്ലാത്തതായി ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ബുദ്ധി പറയുകയാണ്. പ്രിയമുള്ളവരെ, നീ ആത്മീയ ദർശനം നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം അതിന്റെ 10, 11, 12 ഇങ്ങനെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാറട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. നീ പലരെ നോക്ക്, നീ പലപക്ഷം ഇന്ന വിശ്വാസി അങ്ങനെ നടക്കുന്നില്ലല്ലോ, ആ വിശ്വാസി അധികം പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവൻ എങ്ങനെ നടന്നോട്ടെ, പക്ഷെ നിന്റെ ആത്മീയ ജീവിതം നീ കളയരുത്. അനീതി ചെയ്തവൻ ഇനി അനീതി ചെയ്യോട്ടെ, അഴുക്കുള്ളവൻ കർത്താവ് ലൈസൻസ് നീ ചെയ്തോ, പക്ഷേ വിശുദ്ധനോട് പറയുക, നീതിമാനോട് പറയുക, നീ ഇനി നീതി ചെയ്, നീ ഇന്ന് വിശുദ്ധീകരിക്കേ. കർത്താവ് പറയുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഹല്ലേലൂയ. ഈ ലവോദിക്ക സഭയോട് പറയുക, ഞാനൊരു ബുദ്ധി പറയുന്നു, 3 കാര്യം വിലക്ക് മേടിക്കണം. 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. 2, വെള്ള ഉടുപ്പ്. 3 കണ്ണിൽ എഴുതുവാൻ നിനക്ക് ലേപം, കുരുടായി പോയ ദർശനം കിട്ടുവാൻ ലേപം നിനക്ക് വേണം. എന്നിട്ട് പറയുക, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യവാ, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നിനക്ക് ബാലശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ വലിയ അപകടത്തില കേട്ടോ നീ. എന്നിട്ട് പറയുക, ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതേ പ്രിയമുള്ളവരെ, കർത്താവുമായുള്ള ആഴമായ ബന്ധം, ഒരു അത്താഴം കഴിക്കുന്ന ഒരു ആത്മീക ഒരു കമ്മ്യൂണിക്കേഷൻ ഫെലോഷിപ്പിലേക്ക് ഞാൻ വരണം. ഈ ലോകത്തിൽ വെച്ച് തന്നെ പാപം തൊടാത്ത ഒരു ആത്മമണ്ഡലത്തിലെ ജീവിതമൊക്കെ അയക്കാൻ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിൽ കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, ദൈവത്തോട് പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുണ കാണിക്കണം, ഞാൻ നീയുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. നീ എപ്പോൾ പറയുമോ, എപ്പോൾ പ്രാർത്ഥിക്കുമോ, അപ്പോൾ കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനം ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ സന്ദേശം ഈ ദിവസം കർത്താവിനോട് പറയുമ്പോൾ നിന്റെ ആത്മാവ് വിലപ്പെട്ടതാ, നമ്മുടെ ആത്മാവ് വിലപ്പെട്ടതാ, നശിച്ചു പോകാതെ നിത്യരാജ്യത്തിലായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ഈ സന്ദേശം നിങ്ങളെ പരിപോഷിപ്പിക്കട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആരും ദൈവത്തിന് കൃപയിട്ട് പെരുമാറാതെ വല്ല കയ്പിൻ്റെ വേര് മുളച്ച് കലക്കം ഉണ്ടാക്കി യേശുവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ നിങ്ങൾ കൃപയിൽ നിൽക്കുവാൻ കർത്താവിൻ്റെ ആത്മബുദ്ധി ഉപദേശിക്കുക. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ ആയിരിക്കുവാൻ പരിശുദ്ധ ആത്മബുദ്ധി ഉപദേശിക്കുന്നു. പ്രാർത്ഥിക്കുക, ആത്മീയ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുക. ഒരു വലിയ ദൈവപ്രവർത്തനോട് വെച്ച് കാണും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധ നിങ്ങളോട് വ്യക്തമായി സംസാരിച്ച് തോന്നുന്നെങ്കിൽ ആയിരിക്കുന്ന ഇരിപ്പിൽ തന്നെ കണ്ണുകൾ അടച്ച് ദൈവത്തോട് കർത്താവേ അങ്ങനെ രക്തത്തിലൂടെ ശുദ്ധീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവെ നിന്റെ വചനത്തല്ല കഴുകണം.
എനിക്ക് നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും അനാത്മികയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രക്തത്തിൽ നിന്ന് കഴുകി വിശുദ്ധനെ മാറ്റണമേ. നിന്റെ വരവിനായി കാത്തിരിക്കുന്ന, കാഴ്ചയിലല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമോ? കണ്ണുകളടച്ചാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. ഒരു വാക്ക് നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽപ്പിച്ചിട്ട് താഴ്ത്തി, ഹൃദയം ദൈവത്തിൻ്റെ താഴ്ത്തി ഇന്ന് പോയി പുതിയ തീരുമാനത്തിലേക്ക് വരിക. ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിലും കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഒറ്റപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം, നിന്നെ കൈവിടാത്ത ദൈവം, ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുക. ഈ ദൈവം നിന്നെ സഹായിക്കും. കർത്താവേ, ഈ വചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീ വചനം കേൾപ്പിച്ചത് ഞങ്ങളുടെ വിലപ്പെട്ട ഒരു ആത്മാവുണ്ടെന്നും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കർത്താവ്, ഈ വചനം ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഇനിയും കേൾക്കാൻ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ ആരും നഷ്ടപ്പെടാൻ നീ അനുവദിക്കാതെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണം അയച്ച്, വചനത്തിൻ്റെ ശുദ്ധീകരണം അയച്ച്, പരിശുദ്ധാത്മയുടെ ശുദ്ധീകരണം ഞങ്ങളത് കഴുകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആത്മാവിനാൽ ഞങ്ങൾ വെടിപ്പാക്കണമേ. നിങ്ങൾ കർത്താവിന് ഫലം കായ്ക്കുന്നവരെ മാറട്ടെ. കർത്താവ്, നഷ്ടപ്പെട്ട വിശ്വാസം വർദ്ധിക്കട്ടെ. നഷ്ടപ്പെട്ട കർത്താവ് ആത്മവിശുദ്ധ ജീവിതം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ആത്മദർശനം മടങ്ങി വരട്ടെ. കർത്താവ്, യേശുവിനോട് അത്താഴം കഴിക്കുവാൻ വേണ്ടി യേശുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ലൈഫ് മുമ്പോട്ട് പോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. എല്ലാ കുടുംബങ്ങളും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും കർത്താവിനാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവ് വരെ ദൈവം സൂക്ഷിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ സഹോദരങ്ങളെല്ലാം ഏരിയ ലീഡേഴ്സ് നിങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. എല്ലാ ഏരിയകളിൽ നിന്നും ഏത് ദിവസം ഉപവസിക്കാൻ പറ്റുമോ ആ ദിവസം അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചില ഏരിയകളിൽ നിന്ന് ചില കുടുംബങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇതൊരു സമൂഹമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഉപവസിക്കുന്ന സമയങ്ങളാണ്. ഒരു ദിവസമാണ് രാവിലെ 6 മുതൽ വൈകുന്നേരം 8-8:30 സന്ധ്യാപ്രാർത്ഥന കഴിയുന്നതുവരെ നിങ്ങൾക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ ലൈവിൽ നമ്മൾ ഒരു 6:30 മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ ഒരു 8 മണി വരെ, 6:30 മുതൽ 8 മണി വരെ നമ്മൾ ലൈവിൽ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഞാൻ പിന്നാലെ ലീഡേഴ്സ് നിങ്ങൾ വിളിച്ചറിയിക്കും. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലൈവിലുള്ള എല്ലാവർക്കും നമ്മൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് വന്നാൽ അനുഗ്രഹമായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പിന്നാലെ അറിയിക്കും. ഇന്ന് വൈകുന്നേരമോ നാളെ കൊണ്ട് നിങ്ങൾ അവരറിയിക്കും വിളിച്ച്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഓർക്കുക. ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന കുടുംബങ്ങൾ നിങ്ങൾ അറിയിച്ചിട്ട് ഏതൊക്കെ ഏരിയകളാണ് അത് ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഉപവസിക്കുന്ന കുടുംബങ്ങളുടെ പേര് നമ്മുടെ വാട്സപ്പിൻ്റെ ചർച്ച് ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം. ഏതെങ്കിലും കുടുംബങ്ങളാണ് ഏത് ദിവസം ഉപവസിക്കുന്നത്, അന്നൊന്ന് ഉപവസിക്കുന്നവരുടെ പേരുകൾ, കുടുംബത്തിൻ്റെ പേരുകൾ. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് അവർ താങ്ങാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കർത്താവ് അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ 12 മണിക്കൊരു പ്രാർത്ഥന അതുപോലെ നടക്കണം. നമുക്ക് ഇനി എന്നാണ് മുഖാമുഖം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈവനിങ്ങിലെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുപോലെ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹായത്തിനും നന്ദി. ഗാഡ് ബ്ലെസ് യു. പ്രാർത്ഥിച്ച് നിർത്താമോ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ ആത്മാവിന്റെ കൂട്ടായ്മ നമ്മോടും എല്ലാ കുടുംബങ്ങളോടും എന്നും എന്നേക്കും കർത്താവിന്റെ വരവോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗാഡ് ബ്ലെസ് യു.